അച്ഛാ, എനിക്കൊരു ചെക്കനെ ഇഷ്ടാ. പണ്ട് അച്ഛൻ എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നോ, ആരെങ്കിലും ഇഷ്ടാണെങ്കിൽ അച്ഛനോട് പറയണമെന്ന്? ചെക്കനേതാണ്? അപ്പുറത്തെ കൂൾബാറിലെ ഷിബു. ആ മോളെ, സന്തോഷം. മോള് പൊക്കോ. അച്ഛാ, ഇന്ന് ഷിബുവിന്റെ പിറന്നാളാ. ഞാൻ അവന് എന്ത് ഗിഫ്റ്റാ കൊടുക്കുക? മോളെ, അവനെ നമുക്കൊന്ന് പറ്റിച്ചാലോ? ഇങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ നീ അങ്ങോട്ട് പറയുക. അച്ഛൻ വീട്ടിൽ ഇത് സമ്മതിക്കൂല, അതുകൊണ്ട് നമുക്ക് ഈ ബന്ധം തുടർന്ന് പോകാൻ പറ്റില്ല. അപ്പോഴവൻ എന്താ പറയുന്നത് നോക്കുക. മോളോട് എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് അപ്പൊ നമുക്ക് മനസ്സിലാക്കാമല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം മോള് കയ്യിന്റെ പുറകെ ഇരിക്കുന്ന ആ ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുക്കുക. എടാ, അച്ഛൻ എന്നോട് പറഞ്ഞു നമ്മുടെ കല്യാണം നടത്തി തരില്ല, അതുകൊണ്ട് നമുക്ക് പിരിയാം. ഞാൻ ഈ കാര്യം നിന്നോട് പറയാൻ വരികയായിരുന്നു. നമ്മൾ ശരിയാവൂലടി, നമ്മൾ ശരിയാവൂല, നമുക്ക് പിരിയാ. എനിക്ക് പറ്റൂല, നമുക്ക് വേണ്ട. ശരിയാ? എടാ, അതല്ല, അവിടെ നിക്ക്. അച്ഛാ, ഞാൻ പറഞ്ഞത് കേട്ടിട്ട് അവൻ എന്നെ ഒഴിവാക്കി പോയ അച്ഛാ. സാരമില്ല മോളെ, ഇതിനെക്കാട്ടി നല്ലത് കിട്ടും. ഇതിനെ തടുക്കാൻ പറ്റില്ല. പൊക്കോ. ഹലോ ഷിബുവേട്ടാ, ഞാൻ സ്വർണ്ണക്കട നടത്തുന്ന രവീന്റെ മോളാണ്. ഞാൻ ഷിബുവേട്ടന്റെ ജ്യൂസ് അവിടെ വന്ന് എന്നും കുടിക്കലുണ്ട്. എനിക്ക് ഷിബുവേട്ടന് ഒരുപാട് ഇഷ്ടമാണ്. നമുക്ക് വൈകുന്നേരം കാണാം. ശരിയാ? ഈ തൊരപ്പൻ സുനിയേട്ടന്റെ മോളെ എങ്ങനെയും ഒഴിവാക്കണല്ലോ. എന്താ വഴി? തന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ ശപഥമെടുത്തൊരു മനസ്സാണ് അയാൾ. നമുക്ക് ജയിക്കാനാവില്ല. That man is a classic criminal and he's got minimum sloth, minimum stress.